ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ 2019-18 വർഷങ്ങളിൽ ചോദിച്ച ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 2017-16 വർഷങ്ങളിൽ ചോദിച്ച ഈ പറയുന്ന ഷോർട്ട് എസ്സേയും ഷോർട്ട് ആൻസറും അതുപോലെ തന്നെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് 2017 ഷോർട്ട് ആൻസറിൽ വന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റിപ്പീറ്റഡായിട്ട് ഒരുപാട് തവണ വന്നൊരു ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡിഫൈൻ ദ ഓൺട്രപ്രണർഷിപ്പ്. 2017 വീണ്ടും ചോദിച്ചാണ് ഡിഫൈൻ ദ ഓൺട്രപ്രണർഷിപ്പ്. 2019, 2018, 2017 ഈ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിഫൈൻ ദ ഓൺട്രപ്രണർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്, അല്ലാതെ മീനിങ് അല്ല അവിടെ എഴുതി വെക്കേണ്ടത്. ഡിഫൈൻ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നിർവചിക്കുന്നത്, ഓൺട്രപ്രണർഷിപ്പിനെ എങ്ങനെയാണ് നമ്മൾ നിർവചിക്കുന്നത് അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്, അല്ലാതെ അതിൻ്റെ കറക്റ്റ്ലി വേർഡ് മീനിങ്സ് അല്ല അവിടെ എഴുതേണ്ടത്. മീനിങ് ഓഫ് അല്ലെങ്കിൽ വാട്ട് ഈസ് എൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആണ് എഴുതേണ്ടത്, ഡെഫിനിഷൻ അല്ല എഴുതേണ്ടത്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്ററായിട്ടുള്ള ഫുള്ള് സ്കോറും അവിടെ ലഭിക്കും, അതാണ് പറയുന്നത്. അപ്പോൾ നിരവധി ഡെഫിനിഷൻസുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഷുംബീറ്ററിൻ്റെയും അതുപോലെ തന്നെ യുഎസിൻ്റെ ഒക്കെ യുഎസ് ഡെവലപ്പ് ചെയ്ത ഡെഫിനിഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. എന്താണ് ഒരു സിമ്പിളായുള്ള ഡെഫിനിഷൻ ഞാൻ പറയാണ്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് ദ purposeful activity of an individual or a group of associated individuals undertaken to initiate, maintain or organize profit-oriented business unit for production or distribution of economic goods and services. ഇത് A.H. Cole എന്നൊരു വ്യക്തി ഡിഫൈൻ ചെയ്തതാണ് ഈ പറയുന്ന ഡെഫിനിഷൻസ്. അപ്പോൾ ഏതെങ്കിലും ഇതേപോലെ തന്നെ നിരവധി ഡെഫിനിഷൻസുകൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. അപ്പോൾ ഏറ്റവും സിമ്പിളായുള്ള ഡെഫിനിഷൻ നിങ്ങൾ എന്താണ് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്ന വാട്ട് ഈസ് എൻ ഇൻട്രാപ്രണർ. എന്താണ് ഇൻട്രാപ്രണർ എന്ന് പറയുകയാണെങ്കിൽ, ഈ ഇൻട്രാപ്രണറിയർ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രാപ്രണർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ആൻ ഇൻട്രാപ്രണർ ഈസ് എൻ എംപ്ലോയി who is tasked with developing an innovative idea or project within a company. However, the entrepreneur has access to the resources and capabilities of an established company. ഇൻട്രാപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്കുള്ളിൽ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ചുമതലപ്പെട്ട ഒരു എംപ്ലോയിയാണ് ഈ പറയുന്ന ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ആൻ entrepreneur is an employer who is tasked with developing an innovative ideas or project within a company. That is the entrepreneur. അത്ര മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ്, വാട്ട് ഈസ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് ദ ടെക്നിക്കൽ ആസ്പെക്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ഈസ് ടു അസസ് ദ ടെക്നിക്കൽ സൗണ്ട്നെസ് ഓഫ് ദ പ്രോജക്റ്റ്. That means technical analysis is carried out to ascertain whether the project is technically sound and viable one. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വശങ്ങളുടെയും ഒരു എക്സാമിനേഷനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടെക്നിക്കൽ അനാലിസിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സൗണ്ട്നെസ് അത് അനാലിസിസ് ചെയ്യുന്നതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് മെയിനായിട്ട് മീൻ ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കലായിട്ട് അത് ബെറ്റർ ആക്കാനും അതുപോലെ തന്നെ അത് അതിൻ്റെ നോളജസും കാര്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് കൂടുതലായിട്ട് പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് തന്നെ കുറേ പോർഷൻസ് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് എസ്സേ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഡിഫൈൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ വാട്ട് ഈസ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം സാധനമാണ് കേട്ടോ. ഈ ടെക്നിക്കൽ അനാലിസിസ് തന്നെയാണ് നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ കാണിക്കും ഈ മാനുഫാക്ചറിങ് പ്രോസസ്സോ ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ രണ്ടും പറഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.
ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് പ്രോജക്റ്റ്. എന്താണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എ പ്രോജക്റ്റ് സിംപ്ലി റെഫേഴ്സ് ടു എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ഈസ് ടു ബി എക്സ്പ്ലോയിറ്റഡ് ഫോർ ദ പ്രോഫിറ്റ്. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്, ന്യൂ സർവീസസ് ആൻഡ് ന്യൂ ഓർഗനൈസേഷൻ ആൻഡ് ന്യൂ ബിസിനസ്. ദാറ്റ് ഈസ് ദ പ്രോജക്റ്റ്. അപ്പോൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റിനായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു പുതുതായിട്ടുള്ള പ്രോഡക്ട്സ്, അതുപോലെ ന്യൂ സർവീസസ്, ന്യൂ ഓർഗനൈസേഷൻസ്, ന്യൂ ബിസിനസ് എന്നിവയൊക്കെ ഈ പറയുന്ന എല്ലാ കോമ്പണൻസും ഈ ഒരു പ്രോജക്റ്റിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വാട്ട് ഈസ് സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ്. സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് എന്നുള്ള ആ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ഈ പറയുന്ന 2 മാർക്കിനായുള്ള ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും എസ്സേ ആയിട്ട് നമുക്ക് എന്താണ് ഓൺട്രപ്രണേഴ്സ് എൻ്റെ ടൈപ്സ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 1 വേർഡിനും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഓൺട്രപ്രണേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അതാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞത് എന്താണ് ഈ സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ. സ്പോണ്ടേനിയസ് ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ദേ ആർ പേഴ്സൺ വിത്ത് ഇനീഷ്യേറ്റീവ്, ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റി വിച്ച് മോട്ടിവേറ്റ് ദം ടു അണ്ടർടേക്കിംഗ് intrapreneurial activity. Such entrepreneurs have a strong conviction and confidence in their inborn ability. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദേ ആർ പേഴ്സൺ വിത്ത് ഇനീഷ്യേറ്റീവ്, ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റി വിച്ച് മോട്ടിവേറ്റ് ദം ടു അണ്ടർടേക്ക് എൻട്രപ്രണറിയൽ ആക്ടിവിറ്റി എന്നാണ്. നേരത്തെ ഞാൻ ഇൻട്രാപ്രണറിയൽ ആക്ടിവിറ്റി എന്നാണ്. എൻട്രപ്രണറിയൽ ആക്ടിവിറ്റിയാണ്. എൻട്രപ്രണറിയൽ ആക്ടിവിറ്റി സച്ച് ഓൺട്രപ്രണേഴ്സ് ഹാവ് എ സ്ട്രോങ് കൺവിക്ഷൻ ആൻഡ് കോൺഫിഡൻസ് ഇൻ ദെയർ ഇൻബോൺ എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ആക്ടിവിറ്റീസുകൾ ഏറ്റെടുക്കാൻ അവരെ എന്താണ് പ്രേരിപ്പിക്കുന്ന അവരുടെ കഴിവിൽ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസ്, ആ എബിലിറ്റീസൊക്കെ അതുപോലെ തന്നെ ധൈര്യം, അതുപോലെ തന്നെ കോൺഫിഡൻസ്, ഈ കോൺഫിഡൻസും എബിലിറ്റീസുകളും ഇതൊക്കെയുള്ള ഒരു വ്യക്തികളെയാണ് ഈ പറയുന്ന സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺട്രപ്രണേഴ്സ് ആക്ടിവിറ്റീസുകൾ ഏറ്റെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന അവരുടെ എബിലിറ്റീസിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഫിഡൻസ്, ബോൾഡ്നെസ് ഇതൊക്കെയുള്ള ഒരു വ്യക്തികളെയാണ് നമ്മൾ ഈ പറയുന്ന സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ ടാക്സ് ഹോളിഡേ. ടാക്സ് ഹോളിഡേ എന്താ എന്നുള്ളത് നമ്മൾ എന്താണ് ആ ഒരു ലിങ്കിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. 2nd ചാപ്റ്ററിലാണ് ടാക്സ് ഹോളിഡേ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് DIC എന്താണ്, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. DIC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DSC എന്താണെന്ന് മാത്രം എഴുതി വയ്ക്കുക. എന്നാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ജസ്റ്റ് അതിൻ്റെ ഒരു മീനിങ് മാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ദെൻ അതിൻ്റെ എക്സ്പാൻഡും എഴുതുക. DICൻ്റെ എക്സ്പാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രീസ് സെൻറ്റേഴ്സ് എന്നാണ് DICൻ്റെ എക്സ്പാൻഡ്. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ മീനിങ്സ് എഴുതുക. ദെൻ ഡിഫൈൻ ദ സ്മാൾ എൻ്റർപ്രൈസ് നമ്മൾ ഈ ഒരു മൈക്രോ മീഡിയം സ്മാൾ എൻ്റർപ്രൈസിൽ തന്നെ ഫസ്റ്റ് തന്നെ അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സ്മാൾ എൻ്റർപ്രൈസ് എന്നുള്ള ഡെഫിനിഷനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചോദിച്ചാൽ വാട്ട് ഈസ് ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി ഏതൊക്കെയാണ് നമുക്കറിയാം. എന്തൊക്കെയായിരുന്നു പേഴ്സണൽ കോമ്പിറ്റൻസി, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കോമ്പിറ്റൻസികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് എന്താണ് ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വാട്ട് ഈസ് ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ entrepreneurial competency are associated with the entrepreneur's ability to be innovative, creativity, be able to identify the opportunities, identify the strength and weakness. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺട്രപ്രണേഴ്സിൻ്റെ കോമ്പിറ്റൻസി അഥവാ ഓൺട്രപ്രണേഴ്സിൻ്റെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകൾ, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസുകൾ, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി,
നമ്മളെ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഓൺട്രപ്രണേഴ്സ് എബിലിറ്റി ടു ബി ഇന്നോവേറ്റീവ്, ക്രിയേറ്റിവിറ്റി, be able to identify the opportunities, identify the strength and weakness. That is the entrepreneurial competency. Next, expand the KINFRA and KITCO. ഈ കിൻഫ്രൻ്റെ ഫുൾ ഫോം എന്ന് പറയുകയാണെങ്കിൽ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസും അതുപോലെ തന്നെ കിറ്റ്കോ എന്ന് പറയുകയാണെങ്കിൽ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് എക്സ്പാൻഡ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കിൻഫ്ര, കിറ്റ്കോ അതിൻ്റെ ഫുൾ ഫോം മാത്രം എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ 2017 ചോദിച്ചത് ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ചാപ്റ്ററിന് ചോദിച്ചത് എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, എന്താണ് ഇൻട്രാപ്രണർ, അതുപോലെ തന്നെ എന്താണ് സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ്, ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസി എന്താണ്. ഇത്രയും 1, 2, 4ഓളം ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ അഥവാ MSME മൈക്രോ മീഡിയം സ്മോൾ ആൻഡ് എൻ്റർപ്രൈസ് ചാപ്റ്റേഴ്സിൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? വാട്ട് ഈസ് DIC, അതുപോലെ തന്നെ ഡിഫൈൻ ദ സ്മോൾ എൻ്റർപ്രൈസ്, വാട്ട് യു മീൻ ബൈ ടാക്സ് ഹോളിഡേ, അപ്പോൾ എക്സ്പാൻഡ് ദ കിൻഫ്ര ആൻഡ് കിറ്റ്കോ. അങ്ങനെ ടോട്ടലി ഒരു 4 ക്വസ്റ്റ്യൻസോളം ഈ പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ അഥവാ MSME മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസ് എന്ന ചാപ്റ്ററിലും ചോദിച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെയാണ്? വാട്ട് ഈസ് ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, അതുപോലെ തന്നെ വാട്ട് ഈസ് പ്രോജക്റ്റ്. ദെൻ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോജക്റ്റ് നിങ്ങൾ എന്താണ് എഴുതുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ കൂടി പഠിച്ച് വെക്കുക. കാരണം പ്രോജക്റ്റിൻ്റെ മീനിങ്ങും ചോദിക്കാറുണ്ട്, ഡെഫിനിഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്ട് ഈസ് പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മീനിങ്സ് എഴുതി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് 2017 ചോദിച്ചതാണ്. ഇവിടെ കഴിഞ്ഞ വീഡിയോസ് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ആളുകൾ ഡൗട്ട് ചോദിച്ചിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് ഇമ്പോർട്ടൻസ് ഓഫ് എസ്സേസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയട്ടെ. ഈ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ ഈ പറയുന്ന സബ്ജക്റ്റിൽ ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും ലോങ് എസ്സേ ക്വസ്റ്റ്യൻസും ഇത് രണ്ടെണ്ണം എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്, ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ മെയിനായുള്ള പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും അതുപോലെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് പഠിച്ചു വയ്ക്കുക. അല്ലാതെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് പറയാം. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് 2017 ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ ആൻ ഓൺട്രപ്രണേഴ്സ്. ഓൺട്രപ്രണേഴ്സിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് ഇഷ്ടം പോലെ എഴുതാം. സെൽഫ് കോൺഫിഡൻസ് ആണ്, അതുപോലെ ഡ്രൈവ് ആൻഡ് എനർജി, പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അങ്ങനെ നിരവധി ക്വാളിറ്റീസുകൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് തന്നെ എന്താണ് എടുത്തെഴുതാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ലോങ് ടേം ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കൺസേൺ ഫോർ ക്വാളിറ്റീസ്, അതുപോലെ ട്രൈ ടു ബി എൻ ഇന്നോവേറ്റേഴ്സ്, എബിലിറ്റി ടു കീപ് ബിസിനസ് സീക്രട്സ്, മോഡറേറ്റ് റിസ്ക് ടേക്കിംഗ്, മാൻ ഓഫ് വിഷൻസ്, അങ്ങനെ നിരവധി ക്വാളിറ്റീസ് ഓൺട്രപ്രണേഴ്സിന് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME. MSMEൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ MSMEൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നമ്മൾ ഓൾറെഡി അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് എ നോട്ട് ഓൺ TCO.
ഇവിടെ എന്താണ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മാർക്കിനടങ്ങിയ എന്താണ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, എന്താണ് അത്, എന്നാണ് ഡെവലപ്പ് ചെയ്തത്, എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ്. സോഴ്സ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ചാപ്റ്ററിൽ ഐഡൻറ്റിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് പേ ബാക്ക് മെത്തേഡ്, വാട്ട് ആർ ഈസ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ, ഈ വാട്ട് ഈസ് ദ പേ ബാക്ക് മെത്തേഡ്, ഇത് നമുക്ക് എന്താണ് ഈ ഒരു സംഭവം പഠിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുകയാണ് ടെക്നിക്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മൊത്തം പഠിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻസ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പേ ബാക്ക് മെത്തേഡും അതുപോലെ വാട്ട് ആർ ഈസ് അഡ്വാൻറ്റേജ്, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിക്കാനും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. പേ ബാക്ക് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേ ബാക്കിൻ്റെ മുന്നത്തുള്ള എല്ലാ മെത്തേഡ്സും പഠിക്കുക. പക്ഷേ ഇവിടെ എന്താ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്, വാട്ട് യു മീൻ ബൈ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പേ ബാക്ക് മെത്തേഡ്, വാട്ട് ആർ ഈസ് അഡ്വാൻറ്റേജസ്, എന്താണ് പേ ബാക്ക് മെത്തേഡ് എഴുതുക, അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതി വെക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ നെറ്റ്വർക്ക് അനാലിസിസ്. നെറ്റ്വർക്ക് അനാലിസിസ് എന്തൊക്കെയാണ്? നെറ്റ്വർക്ക് അനാലിസിസ് 2 ടെക്നിക്സ് ഉണ്ട്. ഒന്ന് പെട്ട് അനാലിസിസും അതുപോലെ തന്നെ CPM അനാലിസും. ഈ പെട്ട് അനാലിസും CPM അനാലിസും നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. അതിൻ്റെ അസംഷൻസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ED ക്ലബ്ബ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞതിൽ നമ്മൾക്ക് ED ക്ലബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചത്. ഇത്തവണ എന്താണ് ED ക്ലബിൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ED ക്ലബ്ബ്. അപ്പോൾ ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബ് അതിന് അഥവാ ED ക്ലബിൻ്റെ കുറിച്ചുള്ള എല്ലാ പോർഷൻസും നോക്കുക. ദെൻ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് ED ക്ലബിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും EDPൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിന്ന് നന്നായിട്ട് നോക്കുക. അത് ഏതാണെങ്കിൽ നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ലോങ് എസ്സേ ടൈപ്പിൽ വന്നിരിക്കുന്നത് 2017 ചോദിച്ചാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എൻ്റർപ്രണേഴ്സിൻ്റെ കേസിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ കൊടുക്കുന്ന റോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഥവാ MSMEൻ്റെ പ്രോബ്ലംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് അവിടെ എഴുതാം. ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഇനാഡിക്വേറ്റ് ഫിനാൻസ്, ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ലാക്ക് ഓഫ് ടെക്നിക്കൽ നോ ഹൗ, റൺ ഓൺ ട്രഡീഷണൽ ലൈൻസ്, irregular supply of raw materials, problems of marketing, personal problems, lack of clear cut policy of an government, അതുപോലെ തന്നെ ബോഗൺ യൂണിറ്റ്സ്, പിന്നെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി, നോൺ അവൈലബിലിറ്റി ഓഫ് ദ ചീപ്പ് പവേഴ്സ്, പ്രോബ്ലം ഓഫ് എൻട്രി ഇൻ ടു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്. അപ്പോൾ അത്രയും പ്രോബ്ലംസ് എന്താണ് നമുക്ക് ഈ പറയുന്ന സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഥവാ SSIയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ എന്താണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത് പ്രോബ്ലംസ് ഓഫ് SSI അതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം 10-14 പോയിന്റ്സുകൾ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ദ പ്രോജക്റ്റ് റിപ്പോർട്ട്. വാട്ട് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻസ്, എന്യൂമറേറ്റ് ദ കണ്ടന്റ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് പ്രോജക്റ്റ് റിപ്പോർട്ടിലുള്ളത്, എന്യൂമറേറ്റ് ദ കണ്ടന്റ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ പ്രാവശ്യം ഒക്കെ ചോദിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കണ്ടന്റും. ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കും, ലോങ് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്തൊക്കെ പറയുന്നത്, ഒന്ന് എൻ്റർപ്രണേഴ്സിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കേസിൽ വരുന്ന റോൾസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് SSI അല്ലെങ്കിൽ MSMEൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഡിഫൈൻ ദ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണ്, അത് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതാണ് മെയിനായിട്ട് 2017 ചോദിച്ച എസ്സേ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് 2016 ചോദിച്ചതാണ്, അതിൻ്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഡിഫൈൻ ദ വുമൺ ഓൺട്രപ്രണേഴ്സ്,
വുമൺ ഓൺട്രപ്രണേഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ. എക്സ്പ്ലെയിൻ ദ ടേം ഇൻക്യുബേഷൻ. അതുപോലെ എക്സ്പ്ലെയിൻ ദ ഐഡിയ ജനറേഷൻ സ്റ്റേജ്. ഐഡിയ ജനറേഷൻ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഏതിൽ വരുന്നതാണ്? നമ്മുടെ പ്രോജക്റ്റ് ഫോർമുലേഷനിൽ നമ്മൾ പഠിച്ചിരുന്നു അതിൻ്റെ സ്റ്റേജസ്. പ്രോജക്റ്റ് ഫോർമുലേഷനിലല്ല നമ്മൾ പഠിച്ചത്, നമ്മൾ ആ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു പ്രോജക്റ്റ് ജനറേറ്റിംഗ് ഐഡിയാസ്. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. പ്രോജക്റ്റ് ഐഡിയ ജനറേഷൻ സ്റ്റേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നമ്മളുടെ ഈ ഒരു ലിങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് യു മീൻ ബൈ ഫീസിബിലിറ്റി റിപ്പോർട്ട്, എന്താണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്, അത് നമ്മൾ എന്താണ് ഫീസിബിലിറ്റി അനാലിസിസിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഫോർമേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെൻഷൻ ദ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ കിറ്റ്കോ. കിറ്റ്കോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? കിറ്റ്കോൻ്റെ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ടു prepare the project profiles and feasibility profile, to provide a technical service to small and medium scale projects, to undertake the industrial surveys, to conduct the EDP, to identify the potential entrepreneurs and provide them with the technical and managerial assistance. ഈ പറയുന്ന ആക്ടിവിറ്റീസുകളാണ് നമ്മുടെ ഈ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ SSI യൂണിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ യൂണിറ്റ്സിൽ വരുന്ന അതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചോദിച്ചത് എന്താണ്? സ്റ്റേറ്റ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ ഓൺട്രപ്രണറിയൽ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഓൺട്രപ്രണറിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അവിടെ എന്താണ് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി, കാരണം 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആക്ടിവിറ്റീസൊക്കെ 2 എഴുതുക, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 4 ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ മതി, കാരണം 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. ഓൺട്രപ്രണറിയലിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത് എന്നുള്ളത്. ഇവിടെ എന്താണ് ഓൺട്രപ്രണറിയൽ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണറിയലിൻ്റെ വളർച്ചയെ എഫക്റ്റ് ചെയ്യുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? നോംസ് ആൻഡ് വാല്യൂസ്, ഫാമിലി റോൾസ് ആൻഡ് മോഡൽസ്, കാസ്റ്റ് സിസ്റ്റം, ഒക്യുപ്പേഷൻസ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അത്രയും ഫാക്ടേഴ്സ് തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 മാർക്ക് ഫുള്ളായിട്ട് കിട്ടും. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് പ്രോജക്റ്റ് അപ്രൈസൽ, എന്താണ് പ്രോജക്റ്റ് അപ്രൈസൽ, അതുപോലെ എന്താണ് പ്രോഫിറ്റബിലിറ്റി അപ്രൈസൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദ ഓൺട്രപ്രണേഴ്സ്. ഡിഫൈൻ ദ ഓൺട്രപ്രണർ. എന്താണ് ഓൺട്രപ്രണർ, എങ്ങനെയാണ് ഓൺട്രപ്രണർ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ അല്ല അവിടെ എഴുതി വെക്കേണ്ടത്, ഓൺട്രപ്രണേഴ്സിൻ്റെ ഡെഫിനിഷനാണ് അവിടെ എഴുതി വെക്കുന്നത്. ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് മാൻ ആണ്, ആ ബിസിനസ് മാൻ്റെ ഡെഫിനിഷനാണ് അവിടെ എഴുതി വെക്കേണ്ടത്. നെക്സ്റ്റ് ഇതാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 2014 ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ ഡിഫൈൻ ദ വുമൺ ഓൺട്രപ്രണേഴ്സ്, അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഓൺട്രപ്രണറിയൽ ഗ്രോത്തിൻ്റെ ഫാക്ടേഴ്സ്, ദെൻ ഡിഫൈൻ ദ ഓൺട്രപ്രണേഴ്സ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസോളം ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിന് ചോദിച്ചിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ SSI യൂണിറ്റ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ കിറ്റ്കോ. ഇതാണ് സെക്കൻഡ് ചാപ്റ്ററിന് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. തേർഡ് ചാപ്റ്ററിന് അഥവാ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അഥവാ തേർഡ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്താണ്, ഐഡിയ ജനറേഷൻ സ്റ്റേജ്, പിന്നെ പ്രോജക്റ്റ് അപ്രൈസിൽ, പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. 4 ക്വസ്റ്റ്യൻസോളം നമ്മുടെ ഈ പറയുന്ന പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ടേംസ് ഓഫ് ഇൻക്യുബേഷൻ. എന്താണ് ഇൻക്യുബേഷൻ? അതുമാത്രമല്ല അതിൻ്റെ അതാണ് മെയിനായിട്ട് ഈ 4th ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത്, ടേംസ് ഓഫ് ഇൻക്യുബേഷൻസ്. നെക്സ്റ്റ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് എന്താണ്? എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓൺട്രപ്രണേഴ്സ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓൺട്രപ്രണേഴ്സ്, ഓൺട്രപ്രണേഴ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കും കൂടിയാണ്. അതിന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചതാണ് വാട്ട് ഈസ് DIC, വാട്ട് ആർ ഇസ് ഫങ്ഷൻസ്. എന്താണ് DIC? ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സെക്കൻഡ് ചാപ്റ്ററിൽ ചോദിച്ചതാണ്.
അപ്പോൾ നന്നായിട്ട് നോക്കുക. ദെൻ അത് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ എക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എൻ്റർപ്രണറിയൽ ഗ്രോത്ത്. ഇവിടെ നേരത്തെ പറഞ്ഞത് വാട്ട് ആർ ദ സോഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണ്. ഇവിടെ എന്താണ് എക്സ്പ്ലെയിൻ ദ എക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഓൺട്രപ്രണറിയലിൻ്റെ? ഇവിടെ പറയുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലേബർ കണ്ടീഷൻസ്, മാർക്കറ്റ് സപ്പോർട്ട് സിസ്റ്റം, ഗവൺമെൻറ് പോളിസീസ്, ഇതൊക്കെ നമുക്ക് എക്കണോമിക് ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് ഇതൊരു ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് 4 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ എന്താണ് ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും. കൂടുതലായി ഡിസ്കസ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല. നെക്സ്റ്റ് എന്യൂമറേറ്റ് ദ പ്രോബ്ലം ഓഫ് ദ വുമൺ ഓൺട്രപ്രണേഴ്സ് ഇൻ ഇന്ത്യ. കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം എന്താണ് എസ്സേ ആയിട്ട് ചോദിച്ച സാധനമാണ് ഈ പറയുന്ന പ്രോബ്ലംസ് ഓഫ് വുമൺ ഓൺട്രപ്രണേഴ്സ്. അതുപോലെ തന്നെ മുന്നത്തെ ഈ പറയുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രോബ്ലംസ് ഓഫ് വുമൺ ഓൺട്രപ്രണേഴ്സ് നമുക്കറിയാം. ഇന്ത്യയിലുള്ള ഏതൊക്കെ വുമൺ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ കണ്ടന്റ് ഓഫ് ഓൺട്രപ്രണറിയൽ ട്രെയിനിങ്. ഇവിടെ എന്താണ് ഓൺട്രപ്രണറിയൽ ട്രെയിനിങ് അഥവാ ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ള ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കണ്ടൻസ് നമുക്ക് യൂസ് ചെയ്യാം? പ്രൊവൈഡ് ദ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് പ്രോഡക്റ്റ്, പ്രോസസ് ഡിസൈൻസ്, മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ ടെസ്റ്റിങ്സ്, ക്വാളിറ്റി കൺട്രോള്, സെലക്ഷൻ ആൻഡ് യൂസേജ് ഓഫ് അപ്രോപ്രിയേറ്റ് മിഷനറീസ്, എക്യുപ്മെൻറ്റ്സ്, പ്രോജക്റ്റ് പ്രൊഫൈല്, പ്രിപ്പറേഷന്, മാർക്കറ്റിംഗ് അവന്യൂസ്, ടെക്നിക്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഓൺട്രപ്രണറിയൽ ട്രെയിനിങ്സിൻ്റെ കണ്ടൻസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് എസ്സേ ആയിട്ടും ചോദിക്കും, ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുകയാണെങ്കിൽ ഈ ഓൺട്രപ്രണറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് നമുക്ക് എന്താണ് ഒരു സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ രീതിയിൽ എഴുതി തയ്യാറാക്കുക. ഓൺ ദ ബേസ് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ കുറേ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓൺട്രപ്രണേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ സ്ട്രക്ചറായിട്ട് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു വിധം 3 മാർക്കോളം നിങ്ങൾക്ക് 4 മാർക്കിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് എസ്സേ ആയിട്ട് ചോദിക്കും. എസ്സേ ആയിട്ട് 2015 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നന്നായിട്ട് നോക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ 2017 നമുക്ക് എന്താണ് ഇതിൻ്റെ റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എസ്സേ ആയിട്ട് ചോദിച്ചതാണ്. അതിവിടെ എന്താണ് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ എന്താണ് എസ്സേ ആയിട്ടും ചോദിക്കാം, ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാം എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ലോങ് എസ്സേ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ വേരിയസ് കോമ്പണൻസ് ഇൻ ഫാൾട്ട്ലെസ് ബിസിനസ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇത് നോട്ട് ചെയ്തോളൂ. നമ്മൾ ടെക്സ്റ്റിലൊന്നും അങ്ങനെ വല്ലാതെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഫാൾട്ട്ലെസ് ബിസിനസ് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ശരിക്കുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതേണ്ടത്? ഒന്നാമത്തത് അതിൻ്റെ കോമ്പണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ജനറൽ ഇൻഫർമേഷൻസ്, എക്സിക്യൂട്ടീവ് സമ്മറീസ്, ഓർഗനൈസേഷൻ സമ്മറി, പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്ലാൻസ്. പിന്നെ പറയുന്ന ഈ മാർക്കറ്റിംഗ് പ്ലാൻസിൽ കുറേ ഘടകങ്ങൾ പറയുന്നുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മാനേജ്മെൻറ്റ് പ്ലാൻസ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, ടെക്നിക്കൽ ആസ്പെക്ട്സ്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെയാണ് മെയിനായുള്ള കോമ്പണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ പ്രോജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസ്. പ്രോജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാലും പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ നിങ്ങളത് തെറ്റിദ്ധരിക്കേണ്ട. പ്രോജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസ് പറഞ്ഞാലും പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ സെയിം ആണ്. അപ്പോൾ എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ പ്രോജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസ്. അപ്പോൾ എന്താണ് പ്രോജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസ് എഴുതുക, അതിൻ്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക. അതുപോലെ തന്നെ പ്രോജക്റ്റ് ഫോർമുലേഷൻ്റെ എലമെൻറ്റ്സ് അഥവാ സ്റ്റേജസ്, ആ സ്റ്റേജ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുതന്നെയാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഫോർമുലേഷൻ അഥവാ പ്രോജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ഡിസ്കസ് ദ പേസസ് ഇൻവോൾവ് ഇൻ ദ സെറ്റിംഗ് അപ്പ് ഓഫ് എ സ്മാൾ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
മൈക്രോ MSMEൻ്റെ സ്റ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. 16 സ്റ്റേജസോളം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ എന്താണ് സെക്കൻഡ് ചാപ്റ്ററിൽ മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു ഭാഗം നന്നായിട്ട് റെഫർ ചെയ്യുക. കാരണം ഏറ്റവും ഷോർട്ടാക്കിയിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 16 സ്റ്റേജസോളമുണ്ട് ഈ പറയുന്ന സെറ്റിംഗ് അപ്പ് ഓഫ് ദ സ്മാൾ ബിസിനസ് എന്നുള്ള അതിൻ്റെ സ്റ്റേജസ്. പേസസ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേജസ്, അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് ദ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും സെയിം ആയുള്ള ആൻസർ ഒന്ന് തന്നെയാണ്. അപ്പോൾ 16 സ്റ്റേജസ് അറ്റ്ലീസ്റ്റ് എന്താണ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഒരു എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുകയെങ്കിലും ചെയ്യുക. കാരണം അത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തന്നെ 7.5 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇത്ര കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 2017, 2016, 2018, 2019 ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നിങ്ങൾ പാസ്സാവാനുള്ള ഒരു സ്കോർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം എന്താണ് ഒരു ഗ്രേഡ്, നന്നായിട്ടൊരു ഗ്രേഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ മെയിനായിട്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എന്താണ് ഇപ്പോൾ നന്നായിട്ട് എഴുതുക, കുറച്ചും കൂടി നല്ല ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. ആവശ്യമുള്ളതിന് മാത്രം ഇലാബറേഷൻസ് കൊടുക്കുക. ഇലാബറേഷൻ മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ 2019, 17, 18, 16 വർഷങ്ങളിലെല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വൺ വേർഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.